അല്ല ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണേ. ഒരു മിനിറ്റ് ഒന്ന് കട്ട് ചെയ്യണം ചേച്ചി. ഇവിടെ ടെക്നിക്കൽ പ്രോബ്ലം ആണ്. നമ്മുടെ ഈ ഷൂട്ട് ചെയ്ത് നമുക്ക് ഹെലിക്കാം അതിൻ്റെ മേളിലൊന്ന് കുരുങ്ങി. അപ്പോൾ ഒന്ന് എടുത്തിട്ട് നമുക്ക് അടുത്ത ഷോട്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ. അതുവരെ കയറാൻ വേണ്ടിയിട്ട് ഒരാളെ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടുത്ത സാധനം എടുക്കാം. ഹലോ, എന്റെ പൊന്ന് പ്രിൻസിപ്പളെ, നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യം എന്താ? തിയറി ക്ലാസ് ഞാൻ ഫോണിലൂടെ എടുക്കും. പ്രാക്ടിക്കൽ ഉള്ള ദിവസം ഞാൻ കോളേജിലേക്ക് വന്ന കുട്ടികൾക്ക് ക്ലാസ് എടുത്തോളാം. ആ പ്രിൻസിപ്പൾ ഒന്ന് കട്ട് ചെയ്തേ, ഞാൻ പറയുന്നത് കേക്ക്. ഹലോ, ഇത് ആരാണ് മനസ്സിലായില്ല? ആരാ മനസ്സിലായില്ല? ഇവിടെ തെങ്ങേക്കയറിന്റെ ആള് വേണമെന്നോ? അല്ല, അത് വിളിച്ചിട്ടുണ്ട്. ആ ആളാണ് ഞാൻ. അപ്പൊ നിങ്ങൾ ഏതോ ഫോണിൽ കൂടെ പറഞ്ഞു കോളേജിലെ പ്രൊഫസറാന്ന് പറഞ്ഞു. അതെ, കാർഷിക കോളേജിൽ തെങ്ങേറ്റം പഠിപ്പിക്കുന്ന പ്രൊഫസർ സുഗുണൻ. ഓ, അതാണ് സുഗുണനാണ്. പിന്നെ എത്രയും പെട്ടെന്ന് തെങ്ങ കയറിയാട്ടെ. അല്ല, എത്ര തെങ്ങേക്കയറി തേങ്ങ ഇടണം? അയ്യോ, നിങ്ങൾ തെങ്ങ കയറി തേങ്ങ ഇടണ്ട. പിന്നെ തെങ്ങേക്കയറി തേങ്ങ അല്ല ചക്ക പറിച്ചിടാൻ ഞാൻ മജീഷൻ മുതുകാടല്ല സുഹൃത്തെ. എന്റെ പൊന്ന് സുഹൃത്തെ, ഞാൻ അതല്ല പറഞ്ഞത്. പിന്നെ ഈ തെങ്ങിന്റെ മേലെ കയറിയിട്ട് നിങ്ങൾ ഈ ഹെലിക്കാമാണ് എടുക്കേണ്ടത്. അയ്യോ, ഇവിടെ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇടയ്ക്ക് ഈ സംഭവം ഇവിടെ വന്നിട്ട് ബ്ലോക്ക് ആയി. എന്നാത്തിന്റെ? സിനിമയുടെ ഷൂട്ടിംഗ് ഇടയ്ക്കാണ്. പറയണ്ടേ? എന്താണ് സംഭവം? എന്താണ്? അല്ല, ഞാൻ ഏതായാലും നിങ്ങളുടെ സിനിമയുടെ ഒരു ഭാഗമായി മാറിയല്ലോ. അതെങ്ങനെ മനസ്സിലായില്ല? ഞാനല്ല സിനിമയിൽ ഹെലിക്കാം എടുക്കുന്നത്. അപ്പൊ ഞാൻ സിനിമയുടെ ഭാഗമായല്ലോ. പിന്നൊരു കാര്യം, നിങ്ങൾ എഴുതി കാണിക്കുമ്പോൾ ഹെലിക്കാം എടുത്തത് സുഗുണൻ എന്നൊന്ന് എഴുതി കാണിച്ചേക്കണം. ഹെലിക്കാം എടുക്കുന്നത് നമ്മുടെ കണ്ണമ്പായി ആണ്. നമ്മുടെ ഹെലിക്കാം എടുക്കുന്നത് കണ്ണമ്പായി ആണോ? നെഞ്ചോരിച്ച് അങ്ങ് കയറി ഹെലിക്കാം എടുക്കുന്നത് ആണോ? അല്ല, ഞാനല്ലേ? അതെ. അപ്പൊ എഴുതി കാണിക്കണം ഹെലിക്കാം എടുത്തത് സുഗുണൻ. പിന്നെ ബ്രാക്കറ്റിൽ വേണേ കണ്ണമ്പായി എന്നിട്ടോ പുള്ളിക്കൊരു ഈഗോ അടിക്കേണ്ട കാര്യമില്ല. ശരി, എഴുതി കാണിക്കും. എന്നാലും വേണ്ടില്ല, ഷൂട്ടിംഗ് നടക്കണം. ഈ സംഭവം ഒന്ന് എടുത്തതാ. വേറൊരു കാര്യം, ഈ സിനിമയിൽ ആരൊക്കെ അഭിനയിക്കുന്നത്? സിനിമയില് മെയിനായിട്ട് എന്റെ സിനിമയിൽ ഒരു പുതുമുഖ നായികയാണ്. അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ മഞ്ജു ചേച്ചിയാണ് അതിനകത്ത് മെയിൻ ക്യാരക്ടർ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഇവർ മൂന്നുപേരും നമ്മുടെ ആർട്ടിസ്റ്റുകളാണ്, എന്റെ സിനിമയിലെ ആർട്ടിസ്റ്റുകളാണ്. നസീറൊക്കെയാണ് ഇതിനകത്ത് കോമഡി കൈകാര്യം ചെയ്യുന്നത്. പടം വട്ടം പൊളിഞ്ഞ് നസീർ ചങ്ങാന്ന് മറ്റേ ബെമ്പർച്ചിരിയിൽ ജഡ്ജായി ചിരിപ്പുണ്ടോ? പിള്ളേര് വന്ന് തലകൊത്തി മറിഞ്ഞ് കോമഡി പറഞ്ഞാലും പുള്ളി ചിരിക്കത്തില്ല, ബസറും അടിക്കത്തില്ല. ആ പുള്ളിനാണോ കോമഡി ഏൽപ്പിച്ചേക്കുന്നത്? വില്ലനാരാ? വില്ലൻ സാബുമോൻ. അബദ്ധമല്ലേ കാണിച്ചു വെച്ചേക്കുന്നത്? ആകപ്പാടെ ചിരിക്കുകയും പ്രസവിക്കുകയും ചെയ്യുന്ന പുള്ളിയാ. ആ പുള്ളിനെ പിടിച്ച് വില്ലനാക്കിയിരിക്കുന്നു. തിരിച്ചിട്ടെന്ന് പറയുമ്പോ എങ്ങനെ? സാബു മോനെ ഹാസ്യ നടനും വില്ലൻ പടം വിജയിക്കും. എന്റെ സിനിമയാണ്, എനിക്കറിയാം എങ്ങനെ എടുക്കണമെന്ന്. ഇയാള് തെങ്ങ് കയറ്റക്കാരനല്ലേ? തെങ്ങ് കയറിയാൽ മതി. അങ്ങനെ തെങ്ങ് കയറ്റക്കാരൻ പുച്ഛിക്കരുത് കേട്ടോ. തെങ്ങ് കയറ്റം മാത്രമല്ല, തെങ്ങ് വെട്ടൽ, തെങ്ങ് പറിച്ച് മാറ്റിവെക്കൽ, പല പരിപാടിയും ഞാൻ ചെയ്യും. ആയിക്കോട്ടെ. ഓരോരുത്തരും എന്റെ മുത്തച്ഛൻ പഴയ ഒരു സെലിബ്രിറ്റിയും കൂടിയാ, സൂപ്പർ സ്റ്റാർ. അയ്യോ, അതെനിക്കറിയില്ല. ഏത് പടത്തിലായിരുന്നു സൂപ്പർ സ്റ്റാർ ആയിട്ട്? പടത്തിലല്ല, ചിത്രകഥയിൽ. ചിത്രകഥയിലോ? അതാ രാധേവൻ. ഓ മാധവൻ. ഓ മാധവൻ, മുകേഷിന്റെ അച്ഛൻ. എന്റെ മുത്തച്ഛന് ഇൻഷലില്ല. പുള്ളിക്ക് ഇൻഷൽ അലർജി ആയിരുന്നു. അപ്പൊ ഈ ചിത്രകഥയിലെ മാധവന്റെ കൊച്ചുമോനാണ്. അത് ശരി. പിന്നെ മുത്തച്ഛനല്ലേ ഞങ്ങളുടെ എല്ലാ ഐശ്വര്യത്തിനും കാരണം. മുത്തച്ഛന്റെ അനുഗ്രഹമാണ് എന്റെ എല്ലാ. വീട്ടിലൊന്നും വന്നു ഞങ്ങളുടെ ഹാളിൽ തന്നെ മുത്തച്ഛന്റെ വലിയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഞാൻ എങ്ങോട്ട് ഇറങ്ങിയാലും അതിൽ തൊട്ട് വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുള്ളൂ. അങ്ങനെ ഇറങ്ങിയാൽ വെച്ചടി അതുപോലെ അനുഗ്രഹം. മുത്തച്ഛാ കാത്തോളേ. ഞാൻ എപ്പോഴും ചോദിക്കണം വിചാരിക്കുകയാണ്, ഈ മുത്തച്ഛന് ഈ വനദേവത ഈ സ്വർണ്ണക്കൊടാലി കൊടുത്തിട്ട് പുള്ളി തന്നെ ചെയ്തേ. അറിയാമോ? വെളുത്തൊരു പെണ്ണിനെ അടിച്ചിട്ട് പൊക്കളഞ്ഞ് മുത്തച്ഛനപ്പൊ ദൈവത്തെ പോലെ. അയ്യോ മുത്തച്ഛാ, അനുഗ്രഹിക്കണേ. ഇങ്ങനെ അനുഗ്രഹമാണ് ഞങ്ങളുടെ. ഇച്ചിരി മുത്തച്ഛൻ നന്നായിരുന്നെങ്കിൽ. അവൻ മുങ്ങിയില്ലേ? ഇപ്പൊ ഗോവയിൽ ഒരു പതാമയായിട്ട് കിടന്ന് മറിയുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവനെ കിട്ടിയാൽ സ്വർണ്ണക്കോളലിക്ക് അവനെ ഞാൻ വിട്ടു. അറിയാമോ? ദൈവത്തെ പോലെ. അയ്യോ മുത്തച്ഛാ, മുത്തച്ഛനാണ് മുത്തച്ഛൻ വിട്ടേരെ. പിന്നെ അച്ഛൻ മുത്തച്ഛന്റെ അതേ പാരമ്പര്യം അല്ലായിരുന്നു. പുള്ളിയും മദാമനെ അടിച്ചിട്ട് ഗോവയ്ക്ക് പോയോ? ആ പാരമ്പര്യമല്ല. പിന്നെ തെങ്ങേറ്റത്തിൽ ശരി വിദഗ്ധനല്ലാന്ന്. പാവം മരിച്ചുപോയി. അയ്യോ, എങ്ങനെ മരിച്ചേ? മകനെ മനസ്സിലാക്കാതെ മരിച്ച ഒരു അച്ഛനാണ് എന്റെ. അനേകം മരണം ഞാൻ കേട്ടിട്ടുണ്ട്. മകനെ മനസ്സിലാക്കാതെ ഒരു അച്ഛൻ മരിച്ചു. അതെങ്ങനെ? ഞങ്ങളുടെ അയലോക്കത്ത് ഞാൻ തെങ്ങ് കൊട്ടുമായിരുന്നു. ഈ അച്ഛൻ കാരണപ്പാട് എന്നെ മനസ്സിലാക്കാതെ അവിടെ വന്ന് വായും പൊളിച്ച് നോക്കിക്കൊണ്ടിരുന്നു. തെങ്ങ് മറിഞ്ഞു. സ്വന്തം നന്നാലും തെങ്ങ് മറിച്ചിട്ട് കൊന്നിട്ടാണോ ഡയലോഗ് അടിക്കുന്നത്? പിന്നെ ഞാൻ തെങ്ങ് വെട്ടുമ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിൽ പൂച്ച പോലും നിൽക്കത്തില്ല. ആ സ്ഥലത്താ പുള്ളി വന്ന് നിൽക്കണം. പുള്ളിക്ക് വിട്ടേരെ, സാരില്ല, പോട്ടെ. നിങ്ങൾ ഇതിലൊന്ന് കയറി സംഭവം കാര്യം പറയട്ടെ. നിങ്ങളുടെ സിനിമയില് തെങ്ങുകയറ്റക്കാരനെ പറ്റിയ റോൾ വല്ലതും ഉണ്ടോ? എന്റെ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സിനിമയല്ല, ഒരു കോളേജ് ക്യാമ്പസ് ലവ് സ്റ്റോറിയാണ്. വലിയ കാര്യം. റോബോട്ടിന്റെ കഥ പറഞ്ഞ എന്തെങ്കിലും സിനിമയിൽ വല്ല തെങ്ങുകയറ്റക്കാരന് ചാൻസ് കൊടുത്തു കലാമണി ചേട്ടൻ. ചേട്ടാ, അങ്ങനെ എന്റെ സിനിമയിൽ അതിനുള്ള ഒരു സിറ്റുവേഷൻ, ഒരു സീൻ ഇല്ല. അതാണ് സിറ്റുവേഷൻ ഇല്ല. താൻ സീൻ പറ, ഞാൻ പറയാം സിറ്റുവേഷൻ. തെങ്ങുകയറ്റക്കാരുടെ സീനോ? പിന്നെ എന്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഫസ്റ്റിലെ കോളേജ് ക്യാമ്പസിൽ നായികയും കൂട്ടുകാരികളും നിൽക്കുന്നു. ഈ സമയത്ത് നായകൻ ബൈക്കിൽ വരുന്നു. നായികയെ കണ്ടിട്ട് ബൈക്ക് ബ്രേക്ക് ഔട്ടി നിർത്തുന്നു. അവിടെ എങ്ങനെ തെങ്ങുകയറ്റക്കാരൻ നല്ല ചാൻസ് ഉണ്ടല്ലോ. എന്ത് ചാൻസ്?
നായികയും നായരും തമ്മിൽ പരസ്പരം കാണുന്നു, നായകൻ ബ്രേക്ക് ഔട്ടി ബൈക്ക് നിർത്തുന്നു, അവരുടെ സെന്ററിലേക്ക് ഒരു കൊല തേങ്ങ വന്ന് വീഴുന്നു. നായികയും നായകനും അത്ഭുത ശ്രദ്ധയായി മുകളിലേക്ക് നോക്കുമ്പോൾ തൊട്ടടുത്ത തെങ്ങിൽ സുഗുണൻ ഇരിക്കുന്നു. അതിന്റെ ഒരു ക്ലോസ്. സുഗുണൻ സൂപ്പർ സ്റ്റാറിനെ പോലെ താഴത്തേക്ക് ഇറങ്ങി വന്ന് ഈ തേങ്ങാക്കല എടുത്ത് തോളത്ത് വെച്ചിട്ട് സ്ലോ മോഷൻ നടന്നു പോകുന്നു. ഇതെങ്ങനെ ശരി ഈ പുള്ളിനെ ഒഴിവാക്കാനുള്ള ഒഴിവാക്കാൻ എങ്ങനെയൊന്ന് ഒഴിവാക്കാം? തനിക്കറിയോ, മലയാള സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലും വരെ ചെയ്യാൻ മടിക്കുന്ന ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യും. അതെനിക്കറിയത്തില്ലായിരുന്നു. മമ്മൂക്കയും ലാലേട്ടനും ചെയ്യാത്ത ഏത് സംഭവമാണ് താങ്കൾ ചെയ്യുന്നത്? ലിപ് ലോക്ക്. വിവിധ ഇനം ലിപ് ലോക്കുകൾ എന്റെ കയ്യിലുണ്ട്. എന്ത് മനഘട്ട മനുഷ്യനാണ് എന്റെ സിനിമയിൽ ഈ കഥ ലിപ് ലോക്ക് സിങ്ക് ആവില്ല. ലിപ് ലോക്ക് സിങ്ക് ആവില്ല. തന്റെയൊക്കെ സിനിമ വട്ടം പൊളിയുന്നു. എടോ, ലിപ് ലോക്ക് ഇട്ടാൽ പല സിനിമയും മൂച്ച് ചെയ്ത് കയറി പോകും. ലിപ് ലോക്ക് ഒഴിവാക്കിയത് കൊണ്ട് തന്നെ 500 കോടി കയറേണ്ട പല സിനിമയിൽ 100 കോടി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ദേശാടനം സിനിമ. ദേശാടനം സിനിമയിൽ എവിടെയാണോ ലിപ് ലോക്ക് കയറ്റാൻ? എവിടെയാണോ സെൻസ് വേണോടോ, സെൻസ് വേണം. ദേശാടനം സിനിമയിൽ വിജയരാഘവന്റെ ഉണ്ണി പുറത്തേക്ക് പോകുന്ന ഒരു പരിപാടിയില്ലേ? എന്താണ്? വിജയരാഘവന്റെ മകൻ ഉണ്ണി ദേശാടനത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകത്തില്ലേ? അവിടെ ഉഗ്രൻ ഒരു ലിപ് ലോക്ക് ഇടായിരുന്നല്ലോ. അവിടെ എങ്ങനെയാണോ ലിപ് ലോക്ക് സിങ്ക് ആവുന്നത്? ഈ കൊച്ചിറങ്ങി പോകുമ്പോൾ ദുഃഖത്തോടെ വിജയരാഘവനും ഭാര്യയും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുമല്ലോ, കരഞ്ഞ്. അവിടെ നൈസായിട്ട് ഒരു ലിപ് ലോക്ക് ലിപ് ലോക്ക് കയറ്റാൻ പറ്റുമോ സുഹൃത്ത്? അവിടെ ലിപ് ലോക്ക് ഇട്ടിരുന്നെങ്കിൽ ആ ഉണ്ണി പോയ സങ്കടവും വരുന്നു. ആ സീനൊന്ന് ബൂസ്റ്റപ്പ് ആയിരുന്നു. എന്ത് കഷ്ടക്കേട് പറയും. എന്റെ സിനിമയിൽ അത് പറ്റത്തില്ല. എന്റെ സിനിമയുടെ സിറ്റുവേഷൻ പറ, ഞാൻ പറയാം അവിടെ ലിപ് ലോക്ക് ഇടണം. ആണോ? എന്നാ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. എന്റെ സിനിമയിൽ എന്റെ നായിക കുളിക്കാൻ വേണ്ടി കുളത്തിലേക്ക് പോവുകയാണ്. ആയിക്കോട്ടെ. എവിടെ പോണു? സീൻ പിടിക്കാൻ. സീൻ കേൾക്കാൻ വന്നു. അവിടെ നിന്ന് കേക്ക്. നായിക കുളിക്കാൻ വേണ്ടി കുളത്തിലേക്ക് പോകുന്നു. അപ്പൊ നായികക്ക് നീന്തൽ അറിയാൻ മേല, കുളത്തിൽ പെട്ടിട്ട് ഇങ്ങനെ അവിടെ കിടന്ന് തല്ലിപ്പിടക്കണു. ഇവിടെ എങ്ങനെ ലിപ് ലോക്ക് കയറ്റും? ഇടല്ലോ. നായിക കുളത്തിൽ കിടന്ന് ശ്വാസം കിട്ടാതെ മൽപ്പിടുത്തം നടത്തുന്നു. ആ സമയത്ത് തൊട്ടടുത്ത തെങ്ങിൽ സുഗുണൻ ഇരിക്കുന്നു. സുഗുണൻ ഒരു ഹീമാനെ പോലെ കുളത്തിലേക്ക് ചാടുന്നു. നായികയെ കോരിയെടുത്ത് കുളത്തിന്റെ കരയിൽ കൊണ്ടുവരുന്നു. അവിടെ കൊടുക്കാലോ. അവിടെ ലിപ് ലോക്ക് ആണ് കൊടുക്കേണ്ടത്, കൃത്രിമ ശ്വാസം അല്ലേ കൊടുക്കേണ്ടത്? കാണുന്നവർക്ക് കൃത്രിമ ശ്വാസം, എനിക്ക് ലിപ് ലോക്ക്. കഷ്ടം ഒരു ചാൻസ് എങ്കിലും തരാതെ ഞാൻ കയറുന്ന വിഷയമില്ല സിനിമയില്. ഒഴിവാക്കാൻ വേണ്ടി ഒരു ചാൻസ് ഈ നാട്ടിൽ തെങ്ങേറ്റക്കാരില്ലേ? അല്ല, ഒരു ചാൻസ് തരാം പ്ലീസ്. ഓക്കെ, താങ്കൾക്ക് ഒരു ചാൻസ് ഞാൻ തരാൻ പോവാണ്. ആ സീൻ നമുക്ക് ഇപ്പൊ തന്നെ ഷൂട്ട് ചെയ്താക്കാം. ഇപ്പൊ തന്നെ ഷൂട്ട് ചെയ്താക്കാം. അതായത് താൻ ഈ തെങ്ങിൽ കയറുന്ന ഒരു സീനാണ്. താൻ ഇപ്പൊ തെങ്ങിൽ കയറുന്നു, ഞാൻ അത് താഴെ നിന്ന് ഷൂട്ട് ചെയ്തെടുക്കുന്നു. ഇപ്പൊ ഞാൻ തെങ്ങിൽ കയറുന്നത് താൻ താഴത്തു നിന്ന് ഷൂട്ട് ചെയ്യുന്നു. അതെ. അങ്ങനെയാണ് ആ സീൻ ഇന്ന് എടുക്കണ്ട, നാളെ എടുത്താൽ മതി. ഇന്ന് ചെറിയൊരു ധൈര്യക്കുറവുണ്ട്. എന്റെ ധൈര്യം എവിടെ പോയി? ധൈര്യം അലക്കിയിട്ടിട്ട് ഉണങ്ങി. ഇയാളേക്ക് എങ്ങനെ സിനിമയിൽ? എന്റെ സിനിമയിൽ താൻ പറ്റത്തില്ല. പറ്റത്തില്ല. പറ്റത്തില്ല ഇല്ല. എന്നാ ഞാൻ പറയുന്നു, ഒരു 10 ദിവസത്തേക്ക് ഡേറ്റ് എങ്കിലും തരാതെ ഞാൻ ഇത് എടുത്തു തരുന്ന വിഷയമില്ല. എന്ത് കഷ്ടം. എങ്ങനെയൊരു അവസരം കൊടുക്കാല്ലേ, സിനിമ മുന്നോട്ട് പോകണ്ടേ? പിന്നെ 10 ദിവസത്തെ ഡേറ്റ് തന്നിരിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി താൻ ഓക്കെ മാറ്റമൊന്നുമില്ലല്ലോ? ഡബിൾ ഓക്കെ. എന്നാ എത്രയും പെട്ടെന്ന് തെങ്ങ കയറി കളിക്കാൻ എടുക്കൂ. തനി സിനിമയുടെ ആരാന്ന് പറഞ്ഞു? ഞാൻ ഡയറക്ടർ. തനിക്ക് വെളിവില്ലേടൂ? മഞ്ജു ചേച്ചി, നിങ്ങൾ കേൾക്കണം. മലയാള സിനിമയിൽ 10 ദിവസത്തെ ഡേറ്റ് കൊടുത്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റായ എന്നോട് തെങ്ങ കയറാൻ കാരവാൻ വിളിയണോ? അവന്റെ ഒരു കാരവാൻ ആംബുലൻസ് ആയാലും മതി.